പ്രിയമുള്ളവരെ, ഇന്ന് ആഗസ്റ്റ് 15 ഭാരതവാസികളായ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കാണ്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒരിക്കൽ യേശുക്രിസ്തു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ ദൈവാലയത്തിൽ ചെന്ന് അവിടെ കൂടി വന്നിരുന്ന ജനങ്ങളോട് ആത്മീകമായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് യേശുവിനെ കുടുക്കേണ്ടതിനായിട്ട്, ഉപദേശിയാണ് യേശു എന്ന് ഓർക്കണം, യേശു അവിടുത്തെ ജനങ്ങളെ ഉപദേശിക്കുകയാണ്, ആത്മീയകാര്യങ്ങൾ ഉപദേശിക്കുകയാണ്. യേശുവിൻ്റെ ഉപദേശ രീതികളും യേശുവിൻ്റെ അടുക്കൽ ജനങ്ങൾ കൂടുന്നതും അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക് അത്ര തൃപ്തികരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ യേശുവിൻ്റെ ആത്മീയതയെ ചോദ്യം ചെയ്യാൻ തക്കവണ്ണം യേശുവിനെ കൊടുക്കേണ്ടതിനായി വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് യേശുവിനോടൊരു ചോദ്യം. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെടുന്ന വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് പറയുന്നത്. ഈ സ്ത്രീയെ ഞങ്ങൾ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, ഇവളെ എന്ത് ചെയ്യണം, നീ എന്തു പറയുന്നു? യേശു അല്പസമയം മൗനമായിരുന്നു. അല്ലെങ്കിൽ അല്പസമയം അവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശു തല ഉയർത്തിയിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്തിട്ടില്ലാത്ത വ്യക്തി ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഒരു നിമിഷം അവരത് ചിന്തിച്ചു. അതിനുശേഷം അവിടെ കാണുന്ന കാഴ്ച, മുതിർന്നവർ തുടങ്ങി ഇളയവർ വരെ കല്ലുകൾ താഴെയിട്ട് മടങ്ങിപ്പോയി. യേശുവും ആ സ്ത്രീയും മാത്രമായി അവിടെ അവശേഷിച്ചു. യേശു ആ സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല ഗുരു, ആരും എന്നെ കല്ലെറിഞ്ഞില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത്. യേശു ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം പിന്നെ ധാരാളം കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. അതിന് ശേഷമാണ് യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞൊരു വാക്കാണ് ഞാൻ നിങ്ങളെ മുമ്പേ ഓർപ്പിച്ചത്. സത്യം അറിയുമ്പോൾ സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത് എന്ന് വെച്ചാൽ, സത്യമറിയാത്തിടത്തോളം കാലം ഏതൊരു വ്യക്തിയും അടിമത്വത്തിന് കീഴിലാണ്. ഇവിടെ യേശുവിനെ വാക്കിൽ കൊടുക്കാനായി വന്ന് നിന്ന ആളുകളോട് യേശു പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്ത വ്യക്തി ആദ്യത്തെ കല്ലെറിയട്ടെ. അവരോരോരുത്തരും അവരിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവർക്കും ഒരു കാര്യം മനസ്സിലായത്, ഞങ്ങൾ പാപികളാണ്. അവരാ സത്യം അറിഞ്ഞപ്പോൾ കല്ലെറിയുക എന്ന് പറയുന്ന ആ ശിക്ഷണ നടപടിയിൽ നിന്ന് അവർ പിന്മാറുകയാണ്. സത്യം അവരെയും സ്വതന്ത്രരാക്കി എന്ന് വേണം ചിന്തിക്കാൻ. പാപിനിയായ സ്ത്രീയോട് യേശു ചോദിച്ചു, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അവളും ചില സത്യങ്ങൾ അറിയുന്നു. ഇതാ യേശു അവളോട് പറയുന്നു, പോകുക, ഇനി പാപം ചെയ്യരുത്. പാപം ക്ഷമിച്ചു തരുവാൻ ഒരുവനുണ്ട് എന്ന സത്യം ആ സ്ത്രീയും അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് എന്താണ് പ്രതിധ്വനിപ്പിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ പലപ്പോഴും നമ്മളെ തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മൾ അടിമത്തത്തിന് കീഴിലാണ്. അതേ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, പാപം ചെയ്യുന്നവൻ ഒക്കെ പാപത്തിൻ്റെ അടിമകളാകും. നമ്മൾ പാപികളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ദാഹമുണ്ടാവുകയുള്ളൂ. നാം അടിമത്വത്തിന് കീഴിലാണ് എന്നറിയുന്നു. എത്ര പേർ തങ്ങൾ ആരാണെന്നുള്ള സത്യം അറിയുന്നു? സഹോദര, നീ ആരാണെന്ന് നീ അറിഞ്ഞാൽ നീ ആയിരിക്കുന്ന എല്ലാ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന ദാഹം നിനക്കുണ്ടാകും. ദൈവം നിന്നെ സഹായിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ പരിശോധിക്കാം. കൃത്യമായി നമുക്ക് നമ്മളെ അവലോകനം ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മൾ ഏതൊക്കെ കാര്യത്തിന് അടിമകളാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യത്തിനായിട്ടൊരു പരിശ്രമം നടത്താൻ പറ്റും. നാം അത് തിരിച്ചറിയാത്തത്തോളം കാലം നമ്മൾ പലതും പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ നമ്മൾ അടിമകളായി തന്നെ തുടരും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് സമസ്ത അടിമത്വത്തിന് കീഴിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.